ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നലെ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ് ഹസാർഡ്, എന്താണ് ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കി. ഡിസാസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിൽ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഡ്യൂ ടു ഫിനോമിന ബിനീത്ത് എർത്ത് സർഫസ്, അറ്റ് എർത്ത് സർഫസ്, അതുപോലെ ബയോളജിക്കൽ ഫിനോമിനാസ് പോലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് ആദ്യം പറയുന്ന ടേം. നമ്മൾ മനസ്സിലാക്കി എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നും എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നും മനസ്സിലാക്കിയതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമില്ല തോന്നുന്നു. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ടാകുമെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കോസ്ഡ് ബൈ വാർഫെയർ എന്നാണ്. യുദ്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് അല്ലേ. നമുക്കറിയാം യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. പലപ്പോഴും സാഹചര്യങ്ങൾ അതിനനുവദിക്കില്ല. പഴയ കാലമൊക്കെ നമുക്കറിയാം അന്ന് സ്ഥിരമായ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ രാജ്യം നമുക്കറിയാം ഒരു യുദ്ധഭീതിയിലേക്കാണ് നിൽക്കുന്നത് അല്ലേ. ചൈനയായിട്ട് ഉടൻ യുദ്ധം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ഭീതിയിലാണ് നിൽക്കുന്നത്. എങ്കിലും യുദ്ധം എപ്പോഴും എന്താണ്, രാജ്യം വിജയിക്കുകയോ പരാജയപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കും തന്നെ അതിൻ്റേതായ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ. പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും. വലിയ എക്സ്പ്ലോസീവ്സ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ഉണ്ടാവും. കുറേ ആളുകളുടെ പട്ടാളക്കാരുടെയും ജനങ്ങളുടെ എല്ലാം മരണം ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള എഫക്റ്റുകൾ അതിനുണ്ടാവും. പല രീതിയിലുള്ള കാഷ്വാലിറ്റീസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ യുദ്ധം മൂലം ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ട് പറയാം. അതിലുണ്ടാകുന്ന ഒന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ വാർഫെയർ, അതായത് സാധാരണ രീതിയിലുള്ള യുദ്ധം അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ മൂലം ഉണ്ടാകുന്ന ബോംബിടുന്നതും വെടിവെക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, അതാണ് ഒന്നാമത് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വാർഫെയർ, അതായത് രാസയുദ്ധങ്ങളൊക്കെ നടക്കും ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ചിട്ട്. അതേമാതിരി ബയോളജിക്കലായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ഇതും വലിയ രീതിയിലുള്ള ഒരു ഡിസാസ്റ്ററാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസും നാശനഷ്ടങ്ങളും നമുക്ക് ഉണ്ടാക്കും. പിന്നെന്താ, ഇത് പലപ്പോഴും ഫ്യൂച്ചറിൽ നമുക്കറിയാം ന്യൂക്ലിയർ ബോംബിൻ്റെ ഹിരോഷിമ നാഗാസാക്കി കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ന്യൂക്ലിയർ ബോംബിൻ്റെ എഫക്റ്റ് പിന്നീടും അത് അടുത്ത തലമുറയ്ക്ക് വരെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റുകളും വാർഫെയർ കൊണ്ട് ഉണ്ടാവും. അടുത്തായി ആക്സിഡൻറ്റ്, കോസ്ഡ് ബൈ ആക്സിഡൻറ്റ്സ് ആണ്. പല രീതിയിലുള്ള ആക്സിഡൻറ്റ് ഉണ്ടാവാം. ഒന്നാമതായി നമ്മൾ ആക്സിഡൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന വെഹിക്കിൾസിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, അതും വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കും. പ്ലെയിൻ, ട്രെയിൻ, ഷിപ്പ്, അതായത് മോട്ടോർ കാർസ്, അങ്ങനെ പല രീതിക്കുള്ള നമ്മൾ ഡെയിലി ഓരോ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ വാർത്തകൾ നമ്മൾ വായിക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത് പ്ലെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് കരിപ്പൂരിലുണ്ടായ ആക്സിഡൻറ്റ് നമ്മൾ ഓർക്കുന്നുണ്ടാവും. കുറച്ച് പേര് മരിച്ചുപോയി, കുറേ പേർക്ക് പരിക്ക് പറ്റിയല്ലേ. അത് വലിയൊരു അപകടമായിരുന്നു. അതേപോലെ അതിലും വലിയ പ്ലെയിൻ ക്രാഷുകളും ട്രെയിൻ ക്രാഷുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ധാരാളം ആളുകൾ മരിച്ചു പോകുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞാൽ ഡ്രോണിങ് ആണ്, അതായത് മുങ്ങിപ്പോവുക. വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോകുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ നീന്താൻ ഇറങ്ങി മുങ്ങിപ്പോകുന്നുണ്ട്, അതിൽ കുറച്ച് പേര് മുങ്ങി മരിക്കുന്നുണ്ട്. നമ്മൾ ദിവസേന കേൾക്കുന്ന ഒരു വാർത്തയാണ് ആ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ ബിൽഡിംഗ് കൊളാപ്സ്, കെട്ടിടങ്ങൾ പൊളിഞ്ഞു പോവുക. പിന്നെ എക്സ്പ്ലോഷൻസ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എക്സ്പ്ലോസീവ്സ് ഉപയോഗിക്കുന്നതിൻ്റെ അപാകത കൊണ്ടോ അല്ലാതെ വേറെ രീതിക്കുള്ള ഗ്യാസ് ലീക്കാവുന്നത് കൊണ്ടൊക്കെ എക്സ്പ്ലോഷൻ ഉണ്ടാവാം. പിന്നെ ഫയർ തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നെ അതേമാതിരി ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ ആക്ഷൻസ്, ഒരു കെമിക്കൽ ആക്ഷൻസ്, അതായത് പോയ്സൺ പോലുള്ള കാര്യങ്ങൾ അല്ലെ, ഭക്ഷ്യവിഷബാധ കയറ്റിയിട്ട് ധാരാളം ആളുകൾ മരിക്കുക നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സിഡൻസിൽ കണക്കാക്കാം. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഈസ് ഹൈലി വൾണറബിൾ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നാണ്. ധാരാളം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പറയാത്ത എക്സാമ്പിൾസ് തന്നെ നമുക്കറിയാം. ഇതിൽ പറയുന്നതൊക്കെയാണ് സൂപ്പർ സൈക്ലോൺ ഒറീസയിലുണ്ടായ സൂപ്പർ സൈക്ലോൺ 1999. അതേമാതിരി ബുർജ് എർത്ത് കേക്ക് ഇൻ 2001.
അത് 2001 എർത്ത് ക്വേക്ക്, അതായത് സുനാമി, 2004 സുനാമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് അവിടെ പറഞ്ഞതാണ്. പിന്നെ അതേപോലെ ഇങ്ങനെ പറയാം, നമുക്ക് എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് അത് യൂഷ്വലി പ്രഡിക്റ്റബിൾ ആണ്. അതായത് വലിയ ചുഴലിക്കാറ്റ് വരും, അല്ലെങ്കിൽ നമ്മളെ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹെവി റെയിനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മളുടെ കാലാവസ്ഥാ വകുപ്പൊക്കെ നമ്മളെ അറിയിക്കാറുണ്ട്. അപ്പോൾ അത് കുറേ രീതിക്കുള്ള ഇപ്പോൾ ടെക്നോളജീസൊക്കെ ബേസ് ചെയ്ത് കുറേ പ്രഡിക്റ്റബിൾ ആണ്. അത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് മുന്നൊരുക്കങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയും, അല്ലേ? നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സേഫ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ജിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അതേപോലെ മാൻ മെയ്ഡ് ആയിട്ടുള്ള പല ഡിസാസ്റ്റേഴ്സും എന്താണ്, അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് വരിക, സഡൻ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വലുതായിരിക്കും, അല്ലേ? നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് നമുക്കൊരു അറ്റാക്ക് വന്നാൽ നമുക്കത് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല, അല്ലേ? അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകൾ നമുക്കറിയാം. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ അടുത്ത് തന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി ധാരാളം പേര് മരിച്ചു പോകാൻ കാരണം എന്താണ്? എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അല്ലേ? ആരും പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, ധാരാളം കാഷ്വാലിറ്റീസും ഡെത്തെല്ലാം നമുക്ക് ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ ഈ സഡൻ ഉണ്ടാവുന്ന അതായത് മുന്നേ അതിൻ്റെ എന്താ പറയുക, അഡ്വാൻസ് ആയിട്ട് അതിൻ്റെ സൈനൊന്നും തരാതെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ജിയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക്, സുനാമി പോലുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്കറിയാം. അത് നമ്മുടെ എന്താണ്, വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കും. അതേമാതിരി ടെലികോം സർവീസുകളൊക്കെ ബാധിക്കും, അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീനെയൊക്കെ വലിയ രീതിക്ക് ബാധിക്കും. അത് ബാധിക്കുന്ന പോലെ അത് കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും, ഡാമേജ് ആയിട്ടിരിക്കും, അല്ലെ? പിന്നെ അതൊന്ന് റിക്കവറായിരിക്കാൻ വരാൻ നമുക്ക് ധാരാളം സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡിസാസ്റ്റേഴ്സിന് വീണ്ടും വേണമെങ്കിൽ നമുക്കൊരു 3 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വൈഡ് സ്പ്രെഡ് ഡിസാസ്റ്റർ, അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കുറേ ലാർജ് ഏരിയ നശിച്ചു പോകുന്നത്. അത് ലോക്കൽ ഡിസാസ്റ്റർ ഡ്രാഫ്റ്റ്, അത് ചെറിയൊരു ഏരിയ പെട്ടെന്ന് നശിച്ചു പോകുന്ന തരത്തിലുള്ളത്. അതായത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസാസ്റ്റേഴ്സിൽ നിന്ന് ഓർത്ത് വയ്ക്കാം. ഇത് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ ഹസാർഡിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഏകദേശം കണക്കാക്കി, ഏതൊക്കെ ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഏതെല്ലാം രീതികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഹസാർഡിനെ കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഹസാർഡ് ഏതൊക്കെ ടൈപ്പ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹസാർഡിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഡിസാസ്റ്ററിൻ്റെ കോസാണ് നമ്മൾ ഹസാർഡായിട്ട് പറയുക, അല്ലേ? ഒരു അപകട സാധ്യതയാണ് നമ്മൾ ഹസാർഡായിട്ട് പറയാം. ഹസാർഡ് എന്ന് പറഞ്ഞാൽ, ഹസാർഡ് മേ ബി ഡിഫൈൻ ആസ് ഡേഞ്ചറസ് കണ്ടീഷൻ ഓർ ഇവൻറ്റ് ദാറ്റ് ട്രീറ്റ് ടു ഹാവ് potential for causing injury of life or damaged property of environment. അതായത് ഒരു ഡേഞ്ചറസ് കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുക. അത് എൻവയോൺമെൻറ്റിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, പിന്നീട് വേർഡ് എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത്. അതൊരു ഫ്രഞ്ച് ആൻഡ് അറബിക് വേർഡിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് ചാൻസ് ഓർ ലക്ക് എന്നൊക്കെയുള്ള അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ടൈപ്പ് ഓഫ് ഹസാർഡുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാല്ല. നമ്മൾ ഡിസാസ്റ്റർ പഠിച്ച പോലെ തന്നെയാണ് ടൈപ്പ് ഓഫ് ഹസാർഡ്സും നമുക്ക് നോക്കാനുള്ളത്. നാച്ചുറൽ കോസ്ഡ് ഹസാർഡും അതായത് ഹ്യൂമൻ കോസ്ഡ് ഹസാർഡും. അപ്പോൾ അത് എന്താണ് കോസ്, ഇതിന് കാരണം അല്ലെങ്കിൽ ഡിസാസ്റ്ററിന് കാരണം എന്താണ്, അതാണ് നമ്മൾ ഹസാർഡിൻ്റെ കാര്യത്തിൽ നോക്കുക. അതാണ് വ്യത്യാസമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അപകടമായിരിക്കും, ഇതൊരു അപകടത്തിനുള്ള കാരണമായിരിക്കും ഹസാർഡ് നമ്മൾ പൊതുവേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡുകൾ നമുക്ക് ഏതാണെന്നുള്ളത് നോക്കാം. നാച്ചുറൽ കോസ്ഡ് ഹസാർഡും ഉണ്ടാകും, അതായത് ഹ്യൂമൻ കോസ്ഡ് ഹസാർഡ്. അതെന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നാച്ചുറലി ഉള്ള ഫിനോമിനാസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് നാച്ചുറൽ കോസ്ഡ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്നത് ഹ്യൂമൻ കോസ്ഡ് ഹസാർഡ്സ്. ഓക്കെ, നമുക്ക് ടൈപ്പ് ഓഫ് ഹസാർഡ്സും ഏതൊക്കെയാണ് അതിൽ വരുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ജിയോളജിക്കൽ ഹസാർഡ്സ് ആണ് പറയുന്നത്. അതിൽ പറയുന്നത് എർത്ത് ക്വേക്ക്, അത് ജിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ഇറപ്ഷൻ, ലാൻഡ് സ്ലൈഡ്, ഡാം ബേസ്റ്റ്, മൈൻ ഫയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജിയോളജിക്കൽ ഹസാർഡിൽ. ആ പേരുകളെല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കുക. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ അടുത്ത്
വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്, വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ്, സൈക്ലോൺസ് അല്ലേ, ചുഴലിക്കാറ്റ്, ടൊർണാഡോസ് ആൻഡ് ഹുറിക്കെയിൻസ് അതായത് കൊടുങ്കാറ്റ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്ലഡ്, ഡ്രോട്ട്, ഹെയിൽ സ്റ്റോം, ക്ലൗഡ് ബേസ്റ്റ്. ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ആലിപ്പഴം എന്നൊക്കെ പറയില്ലേ, മഞ്ഞ് കട്ടകൾ വീഴുന്ന കാര്യങ്ങൾ. പിന്നെ ക്ലൗഡ് ബേസ്റ്റ് പറഞ്ഞാൽ ഹെവി റെയിനിൻ്റെ കാരണമാകുന്നു. ലാൻഡ് സ്ലൈഡ്, ഹീറ്റ് ആൻഡ് കോൾഡ് വേവ്സ്, സ്നോ അവലാഞ്ച്. അവലാഞ്ച് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിരുന്നു, അതായത് മണ്ണിടിച്ചിൽ പോലെ ഇടിഞ്ഞ് വീഴുക, അതിനാണ് അവലാഞ്ച് എന്ന് പറയുക. അതായത് സീ റോഷൻസ്, ഇതൊക്കെ നമുക്ക് വാട്ടർ ആൻഡ് ക്ലൈമാറ്റിക് ഹസാർഡ്സിൻ്റെ കാറ്റഗറിയിൽ പറയാം. ഇനി എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഡിഫറെൻറ്റ് തരത്തിലുള്ള എക്കോസിസ്റ്റത്തിനെ പല രീതിക്ക് ബാധിക്കുന്നുണ്ട്, പല ഡിസാസ്റ്റേഴ്സിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത് എൻവയോൺമെൻറ്റൽ ഹസാർഡായിട്ട് നമുക്ക് മെയിനായിട്ട് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ പറയാം. അതൊരു ഡീഫോറസ്റ്റേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, പിന്നെ ഇൻഫെക്ഷൻസ്, ഉണ്ടാവുന്ന അറ്റാക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റൽ ഹസാർഡായിട്ട് പറയാം. അതേമാതിരി ബയോളജിക്കൽ ഹസാർഡ്സ് പറയുന്നത് ഒന്ന് ഹ്യൂമൻ ഓർ അനിമൽ എപ്പിഡമിക്സ്, നമ്മൾ പറഞ്ഞ കൊറോണ പോലുള്ള എപ്പിഡമിക്സ്, അതേപോലെ പെസ്റ്റ് അറ്റാക്ക് ഇവിടെയും പറയാം, ഫുഡ് പോയ്സണിങ്, വെപ്പൺ ഓഫ് മാസ്, വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിസ്ട്രക്ഷൻസ്. വെപ്പൺ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂക്ലിയർ വെപ്പൺസ് പോലുള്ള കാര്യങ്ങൾ, ബയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ വെപ്പൺസൊക്കെയാണ് നമ്മൾ വെപ്പൺ ഓഫ് മാസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അത് വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതൊരു ബയോളജിക്കൽ വെപ്പണായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ഹസാർഡായിട്ടാണ് നമ്മൾ പറയുക. പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയൽ ഓർ ന്യൂക്ലിയർ കോസ്ഡ് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ്. ഒന്ന് പറയുന്നത് കെമിക്കൽ ഡിസാസ്റ്റേഴ്സ് തന്നെയാണ്, കെമിക്കൽസ് കൊണ്ടുണ്ടാകുന്ന വലിയ രീതിക്കുള്ള അപകടങ്ങൾ. അടുത്തത് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പൊല്യൂഷനൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വിടുന്ന കാര്യങ്ങൾ കൊണ്ട്, അതിൽ നിന്നുള്ള ഗ്യാസ് കൊണ്ട്, അങ്ങനെ പല രീതിക്ക് അതിലുണ്ടാകുന്ന ലീക്ക് കൊണ്ട്, അങ്ങനെ പല രീതിക്ക് ഭോപ്പാൽ ദുരന്തമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്ററായിട്ട് നമുക്ക് പറയാം. പിന്നെ ഓയിൽ സ്പിൽസ്, അതായത് ഓയിൽ ലീക്ക് ആവുന്നത് കൊണ്ടുള്ള ഡിസാസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സ് നമുക്കവിടെ പറയാൻ സാധിക്കും. പിന്നെ ആക്സിഡൻ്റ് കൊണ്ടുണ്ടാകുന്നത് എന്താ പറയുക, വെഹിക്കിൾ ആക്സിഡൻറ്റ്, ബോട്ട്, റോഡ്, റെയിൽ ആക്സിഡൻറ്റ്സ്, അതേപോലുള്ള കാര്യങ്ങൾ. പിന്നെ റൂറൽ ആൻഡ് അർബൻ ഫയേഴ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ഫോറസ്റ്റ് ഫയർ, ബിൽഡിംഗ് കൊളാപ്സ്, ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്, ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്, മൈൻ ഫ്ലഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സിഡൻറ്റ് റിലേറ്റഡ് പറയാം. ഇതിൽ പല പറയുന്ന കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ കാറ്റഗറിയിൽ വരുന്നതായിരിക്കാം അല്ലേ. ചില കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം എന്താണ് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അതിനെങ്ങനെ പറയാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് പറയാനുള്ളത് നാച്ചുറൽ ഹസാർഡാണ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി നാച്ചുറൽ ഹസാർഡ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ കുറേ നാച്ചുറലും മാൻമെയ്ഡും ആയിട്ടുള്ള ഹസാർഡുകളുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നാച്ചുറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, നാച്ചുറൽ ഹസാർഡ് വിച്ച് ആർ കോസ്ഡ് ബിക്കോസ് ഓഫ് നാച്ചുറൽ ഫിനോമിനാസ്. നാച്ചുറൽ ഫിനോമിനുണ്ടാവുന്ന ഹസാർഡുകളാണ് പറയുക. മെട്രോളജിക്കൽ, ജിയോളജിക്കൽ ഓർ ബയോളജിക്കൽ ഒറിജിനായിട്ടുള്ള ഹസാർഡുകളായിരിക്കും ഇത്. നമുക്കെന്താ സൈക്ലോൺസ്, സുനാമി, എർത്ത് ക്വേക്ക്, അതായത് വോൾക്കാനിക് എറപ്ഷൻ, ഇതെല്ലാം എന്താണ് നാച്ചുറൽ ഹസാർഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം എന്താണ് നാച്ചുറലി ഒറിജിനുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പറയാം വേറെ ടൈപ്പ് നമുക്കിതിൽ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സോഷ്യോ നാച്ചുറൽ ഹസാർഡ്സ് എന്ന് ചിലതിനെ പറയാൻ പറ്റും. അതായത് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, ഫയർ പോലുള്ള സാധനങ്ങൾ നമുക്ക് സോഷ്യോ നാച്ചുറൽ ഹസാർഡ് എന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ സൈക്ലോൺ, സുനാമി, എർത്ത് ക്വേക്ക് എല്ലാം എന്താണ്, വോൾക്കാനിക് എറപ്ഷൻ എല്ലാം എന്താണ്, അത് പ്യുവർലി നാച്ചുറൽ ഒറിജിനാണ് അല്ലേ, എക്സ്ക്ലൂസീവ്ലി നാച്ചുറൽ ഒറിജിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞ ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട് എല്ലാം എന്താണ് നമുക്ക് സോഷ്യോ നാച്ചുറൽ ഹസാർഡ് എന്നാണ് പറയാൻ കഴിയുക. കാരണം എന്താണ്, ഇത് നാച്ചുറൽ കോസസും ആവാം, അതേമാതിരി മാൻമെയ്ഡ് കോസസിനും കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഹസാർഡ് ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഫ്ലഡിങ് മേ കോസ് ബിക്കോസ് ഓഫ് ഹെവി റെയിൻ, ലാൻഡ് സ്ലൈഡ് ഓർ ബ്ലോക്കിംഗ് ഓഫ് ഡ്രെയിൻസ് വിത്ത് ഹ്യൂമൻ വേസ്റ്റ് അല്ലേ. ഹ്യൂമൻ വേസ്റ്റ് കൊണ്ട് ഡ്രെയിൻസ് എല്ലാം അടഞ്ഞു പോകുക, വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗങ്ങൾ, വലിയ തോടുകൾ, പുഴകളൊക്കെ അടഞ്ഞു പോകുന്നത് കൊണ്ട് ഒന്നുണ്ടാവും ഫ്ലഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു മാൻമെയ്ഡ് ഒറിജിൻ കൂടിയായി അതിന്. അതേപോലെ ഹെവി റെയിൻ ഉണ്ടാകുമ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് എന്താണ് ഒരു സോഷ്യോ നാച്ചുറൽ ഹസാർഡായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ടേം കൂടി ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ് സോഷ്യോ നാച്ചുറൽ ഹസാർഡ് എന്നുള്ള ടേം. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.